എന്ത് പറ്റി റാണിദേവതേ? അത്ഭുത ദേവത ഉണ്ടാക്കിയിട്ടുള്ള ഗുളിക ഭൂമിയിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അത് ദുഷ്ടശക്തികൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അയ്യോ റാണിദേവതേ, ഇനി നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. സ്ലീപ്ലെസ് ഗുളിക ഭൂമിയിലോട്ട് പോയത്. ഇനി എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആകെ ഒറ്റ മാർഗ്ഗേ ഉള്ളൂ. അതെ, നമുക്കറിയാൻ സാധിക്കൂ. കുട്ടികൾ കുടിക്കുന്ന മുന്നേ തന്നെ കുട്ടികളുടെ കയ്യിൽ നിന്ന് ആ ഗുളിക ഭസ്മമാക്കി കളഞ്ഞാൽ മതി. മിന്നൽ ദേവതേ, ആ റാണിദേവതേ, നിങ്ങളുടെ മിന്നൽ ശക്തി കൊണ്ട് അതെല്ലാം ഭസ്മമാക്കി കള. ശരി റാണിദേവതേ. വേറൊരു വഴി നമുക്കുണ്ടാകും. എത്ര ദുഷ്ടശക്തികളും ഇതിനു വേണ്ടി പരിശ്രമിച്ചാലും നന്മ തന്നെ അവസാനം വിജയിക്കുമല്ലോ. ശരി റാണിദേവതേ, എനിക്ക് തെറ്റ് മനസ്സിലാവും. ഭദ്രമാക്കി വെക്കേണ്ടത് ഞാൻ ഭദ്രമാക്കി വെച്ചില്ല. അതില് ഞാൻ ഖേദിക്കുന്നു. അതൊന്നും കുഴപ്പമില്ല അത്ഭുത ദേവതേ. എല്ലാവർക്കും ഒരു തെറ്റ് പറ്റുമല്ലോ, അതുപോലെ കരുതിയാ മതി. ഇനിത് ആവർത്തിക്കാതിരുന്നാ മതി. എന്തായാലും ഇവരുടെ ഈ പ്ലാൻ നടക്കാൻ പോകുന്നില്ല. അത് പറയേണ്ട ആവശ്യമുണ്ടോ? എന്തായാലും മിന്നൽ ദേവത ഭൂമിയിലോട്ട് പോകുമ്പോഴേക്കും എനിക്ക് അവിടെ എത്തണം. എന്നിട്ട് മിന്നൽ ദേവതയെ ആക്രമിക്കണം. ദുഷ്ടദേവതേ, അതെ അതെ, നിങ്ങൾക്ക് ഒരിക്കലും നന്മയെ വിജയിപ്പിക്കാൻ സാധ്യമാകില്ല. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് നോക്കാന്നേ. നിങ്ങളിവിടെ സംസാരിച്ചോണ്ടിരുന്നോ? എനിക്ക് വേറെ പണിയുള്ളതാ. അങ്ങനെ പോയാലോ? നിങ്ങൾക്ക് പറയേണ്ട ഭാഷയിൽ പറഞ്ഞ മനസ്സിലാവില്ല അല്ലേ? പിന്നെ ദേവതേ, ആരുടെ കളിക്കുന്ന മനസ്സിലായിട്ടില്ല അല്ലേ? ഇപ്പോ ആ ചിറക് കത്തി തീരും. അപ്പൊ തന്നെ നീ ഭൂമിയിലേക്കും എത്തും. നിന്റെ മാന്ത്രിക ശക്തി കുറയാൻ പോവാ. അയ്യോ, ഈ ദുഷ്ടദേവതയിൽ കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇനി നീ കാണിക്ക കുട്ടികളെ നന്മയിലേക്ക് വരാൻ വേണ്ടിട്ട് കാണിക്കുന്ന. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ ചിറകപ്പ് പോവല്ലോ. അയ്യോ, നല്ല വേദനിക്കുന്നുണ്ട്. എനിക്കൊരു ശക്തികൾ പ്രയോഗിക്കാൻ കഴിയുന്നില്ലല്ലോ. എന്തായാലും ചൊടുക്കത്തെ ബുദ്ധിയാ. അതിന്റെ ഇടയിൽ കൂടെ ഇതുകൂടി കുടിച്ചാലേ ക്ലാസ് നല്ലോണം കേൾക്കാം. അല്ലെങ്കിലേ രാത്രി കുറെ പഠിച്ച് രാവിലെ ആകുമ്പോത്തിന് എനിക്ക് ഭയങ്കര ഉറക്ക. ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടല്ലോ. അയ്യോ, അത് കുടിക്കല്ലേ. അത് കുടിച്ചാ ഉള്ള ഉറക്ക പോവല്ല, വേറെ ആർക്ക് ചെയ്യാ. പ്ലീസ് കുട്ടികളെ. അയ്യോ, ഞാൻ അക്കാര്യം മറന്നു. ഭൂമിയിലുള്ളവർക്ക് നമ്മളെ കാണാൻ സാധിക്കില്ല. നമ്മുടെ മാന്ത്രിക ശക്തി ഉപയോഗിച്ചാലേ അവർക്ക് നമ്മളെ കാണാൻ സാധിക്കും. ഇപ്പൊ എനിക്ക് ശക്തി തീരെ പ്രയോഗിക്കാൻ സാധ്യമാകുന്നില്ല. എനിക്ക് ഒട്ടും വയ്യ. എന്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണ. ഫ്രണ്ട്സൊക്കെ എപ്പോഴും ക്ലാസ്സിലിരുന്ന് ഉറങ്ങാനാ പതിവ്. പ്രത്യേകിച്ചു ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം. ഇനി രാത്രി കുറേ നേരം ഫോണുമ്പോ കളിച്ചിട്ട് രാവിലെ സ്കൂളിൽ കയറുമ്പോ ഇത് കുടിച്ചാ മതിയല്ലോ. രാവിലെ നേരത്തെ എണീക്കും ചെയ്യാം. എനിക്ക് ആരോഗ്യത്തിന് പ്രശ്നമില്ലെന്നല്ലേ പറഞ്ഞത്. ഒരു 2-3 കുടി വെച്ചിട്ട് ഒന്നും വരാൻ പോകുന്നില്ല. ക്ലാസ്സിലെ എല്ലാ ഫ്രണ്ട്സുകൾക്കും കൊടുക്കണം. ഇല്ല, ഗുളിക കുടിക്കാലേ. അതെ അതെ, ചിലപ്പോ നേരത്തെ കുടിച്ചാലേ കുറച്ചുകൂടെ എഫക്ട് കിട്ടായിരിക്കും. ഒന്ന് കുടിച്ചാലോ? 2 കുടിച്ചാലോ? അത് വേണോ? 2 കുടിച്ചാൽ ചിലപ്പോ വേറെ സംഭവിച്ചാലോ? ആരോഗ്യത്തിന് പ്രശ്നം കുടിക്കാന്നല്ലേ പറഞ്ഞേ. അല്ലെങ്കിൽ അവര് പറയേണ്ടതല്ലേ 2 കുടിക്കരുതെന്ന്. അത് ശരിയാ. എന്നാ 2 കഴിക്കോ. ഇത് ആർക്കും കൊടുക്കരുതട്ടോ. ഇത് നമുക്ക് മാത്രമാണ്. അതെ ജാസ്മിൻ. എന്നാലും സാരക്ക് ആ ബോട്ടിൽ ഇത് കൊടുത്തു കൊടുക്കാം. എന്താ? അത് പിന്നെ നിനക്ക് ക്ഷീണമുണ്ടോ?
ക്ഷീണോ? അതെന്തപ്പ ചോദിക്കണേ? എനിക്കങ്ങനെ ക്ഷീണമൊന്നുമില്ല. അതല്ല, ക്ലാസ് എടുക്കണ സമയത്ത് എനിക്ക് ഒന്നും വരാറില്ല. എന്താ വേണ്ടേ? അത് പിന്നെ എന്റെ അടുത്തൊരു മെഡിസിൻ ഉണ്ടായിരുന്നു. മെഡിസിനോ? എന്ത്? എന്താന്ന് വെച്ചാല് എന്റെ അടുത്തൊരു ഗുളികണ്ട്. അത് കുടിക്കുകയാണെങ്കിൽ എനിക്ക് ഉറക്കം വരികയാണെങ്കിൽ അത് കുടിച്ചാൽ മതി. ക്ഷീണമൊക്കെ അപ്പൊ തന്നെ പോവോ. എവിടുന്ന് മേടിച്ചതൊക്കെ? അത് പിന്നെ ഒന്നുമില്ല, വെറുതെ ഇവിടുന്ന് നമ്മളെ സ്കൂളിന് മുന്നിലുണ്ടായിരുന്നു. ശരി ശരി, എന്നാ എടുക്ക്. അതിനെന്തിനാ ചിരിക്കണേ? ഒന്നുമില്ല. സത്യം പറഞ്ഞ ഞാൻ ഈ സ്കൂൾക്ക് വരുന്ന സമയത്ത് എല്ലാരും പറഞ്ഞു ഈ ഭയങ്കര സാധനമാണെന്ന്. എല്ലാരും ഉപദ്രവിക്കുന്ന. ഇപ്പൊ മനസ്സിലായി. മനസ്സിലാക്കണം. അതൊക്കെ ചുമ്മാ പറയുന്നതാ. ഇതാണ് സാറ ഗുളിക. ശരി ശരി, കുടിച്ചു നോക്കട്ടെ. എടാ, ഇനി ഇത് നിന്റെ വല്ല പണിയാണോ? എന്താണ് സാറ, ഞാൻ അതൊക്കെ ചെയ്യോ? അതൊക്കെ ഞാൻ മാറ്റി എന്റെ സ്വഭാവം. അതെ, നിനക്ക് കൊള്ളാം. നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. ഗുഡ് മോർണിംഗ്. ശരി. ഞാനേ കോരന്റെ ചെറുതന്റെ കഥ പറഞ്ഞു തരുന്നില്ലായിരുന്നോ? കോരന്റെ കാരറ്റ് സ്കെച്ചും പറഞ്ഞു തരാൻ പോവാണേ. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നാളെ എന്തായാലും നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് എഴുതി കൊണ്ടുവരാനുള്ളതാ. തുടങ്ങി ഹോംവർക്ക്. പ്ലാവിലക്കഞ്ഞി എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് കോരൻ. ഉറക്കം വരുന്നുണ്ടോ? എന്താണ് എബിനെ? എനിക്ക് ഉറക്കം വരുന്നില്ല. പറഞ്ഞു എനിക്ക് ഉറക്കം വരുത്തല്ലേ. അതൊന്നല്ല, ആ മരുന്ന് എഫക്റ്റീവ് ആണോ നോക്കാൻ വേണ്ടി ചോദിച്ചതാ. നീ കുടിച്ചില്ലേ? എനിക്കതിന് ഉറക്കം വരാറില്ലല്ലോ. എനിക്കും അതുപോലെ തന്നെയാ. അവൻ ഞാൻ തന്നോണ്ട് മാത്രം നീ കുടിച്ചതാവും. പിന്നെ കൊടിയ ദാരിദ്ര്യത്തിലാണ് കോരൻ ജീവിച്ചിരുന്നത്. ഇല്ലായ്മകളെ സ്നേഹം കൊണ്ട് ജീവിച്ചു. എടി പെണ്ണേ, എന്താടി? അനക്ക് ഉറക്കം വരുന്നുണ്ടോ? ചെറുതായിട്ട്. അപ്പൊ നമ്മൾ കുടിച്ച് കുടിക്കേ. ശരിയാണല്ലോ. നിന്നോട് അപ്പളെ പറഞ്ഞത് കുടിക്കാൻ വേടിക്കണ്ടെന്ന്. എന്തായി? എടി, എനിക്ക് നല്ലോണം ഉറക്കം വരുന്നുണ്ട്. അയ്യോ, ഞാനിപ്പോ ഉറങ്ങാൻ നിന്റെ കയ്യും കളഞ്ഞ തല്ലടിക്കോ? 100 പ്രാവശ്യം പറഞ്ഞതാ വേണ്ടാന്ന്. എടി, ഞാൻ എന്താ ചെയ്യാന്? എനിക്ക് ഉറക്കം വരുന്നുണ്ട്. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അയ്യോ, ഞാനിപ്പോ ഉറങ്ങും. ഞാനും. എടി, എന്നത്തെ പോലെയല്ല, നമ്മള് സാധാ ക്ലാസ്സിൽ ഉറങ്ങുന്ന പോലെയല്ല. നല്ലോണം ഉറക്കം വരുന്നുണ്ട്. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലടി. കണ്ണെന്തൊക്കെയാ പോലെ ആവുന്നു. അതെ. അയ്യോ, ഉറക്കം വരുന്നല്ലോ. എബി ചിലപ്പോ എന്നെ പറ്റിച്ചതാണോ? അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരാറില്ല. ഇന്നെന്താ പ്രത്യേകിച്ചൊരു ഉറക്ക്? നമുക്കൊരു കാര്യം ചെയ്യാം. എന്ത് കാര്യം? മൂത്രയ്ക്കാണ് പറഞ്ഞിട്ട് പെട്ടെന്ന് പുറത്തേക്ക് പോവാ. ഈ രാവിലെ തന്നെ മൂത്രയ്ക്കാ പറഞ്ഞ ടീച്ചർ വിശ്വസിക്കോ? പഴയൊക്കെയല്ലേ, അങ്ങനെ വിചാരിച്ചോളൂ. നമുക്കെന്തായാലും അവിടെ പോയിട്ട് കുറച്ചേരം ഉറങ്ങാം. ബാത്റൂമിൽ പോയിട്ടോ? ബാത്റൂമിൽ പോയിട്ടല്ല, അവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് മൂത്രമൊഴിക്കാന്ന്. സോറി, ഉറങ്ങാന്ന്. അങ്ങനെ പറ. എന്താ അവിടെ? അത് പിന്നെ മിസ്, മൂത്രയ്ക്കാൻ മുട്ടുന്നുണ്ട്. ഞങ്ങളൊന്ന് ബാത്റൂമിലേക്ക് പോട്ടെ. എന്താ രാവിലെ ലൈറ്റ് ഉള്ളൂ? അത് പിന്നെ മിസ്, രാവിലെ വെച്ചിട്ടെന്താ, മൂത്രത്തിനങ്ങനെ സമയം കാലൊന്നുമില്ലല്ലോ. ശരി പോയിക്കാം. ഞങ്ങൾക്ക് രണ്ടാക്കുണ്ട്. അത് പിന്നെ എന്നുള്ളതാണല്ലോ, ഒരാൾക്ക് മുട്ടുമ്പോ മറ്റാൾക്ക് മുട്ടും. അയ്യോ സാറ, ഇവളെന്താ ഉറങ്ങുന്നേ? അറിയില്ല മിസ്. ഓക്കെ മിസ്. എനിക്ക് അറിഞ്ഞൂടാ, പെട്ടെന്ന് എന്നെ തോളത്ത് കിടന്നു. അതെ. എന്താ പറ്റിയത്? അത് പിന്നെ പെട്ടെന്ന് കുട്ടിക്ക് എന്താ സംഭവിച്ചു? എന്താണെന്ന് അറിഞ്ഞൂടാ. പെട്ടെന്ന് സംഭവിക്കേ? അതെന്താ അറിയില്ല. ചെക്കേട്ടെ. എണീക്ക്. ഈ കുട്ടി എണീക്കുന്നില്ലല്ലോ. ദൈവമേ, ഇതെല്ലാം കൂടി ഞങ്ങളുടെ തലയിൽ വരുമോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കാം. പക്ഷേ എന്ത് പക്ഷേന്ന്?
എന്താന്ന് വെച്ചാല് ഇതുപോലെ കുറെ കുട്ടികൾ നമ്മുടെ സ്കൂളില് അരങ്ങാതെ കിടക്കണ്ട്. അപ്പൊ എന്തായാലും എല്ലാവരും കൂടി ഒരു ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോകേണ്ടി വരും. ഇവിടെ ഒറ്റയ്ക്കല്ല, ഇതുപോലെ കുറെ കുട്ടികളുണ്ട്. ചെറിയ കുട്ടികൾ വരെ ഈ അവസ്ഥയിൽ ഇപ്പോ. എന്ത് പറ്റി? എല്ലാവർക്കും ഇങ്ങനെ എനിക്കാകെ ഭയമാകുന്നു. അതെ അതെ, എനിക്കുണ്ട്. എന്റെ ദൈവമേ, എല്ലാ ക്ലാസ്സിലെ പിള്ളേർക്ക് ഇതെങ്ങനെ സംഭവിക്കും? സാറിക്കൊന്നും വരാതിരുന്നാ മതിയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞാനിന്ന് രാവിലെ കൊടുത്തിട്ടുള്ള ഗുളിക കാരണമായിരിക്കും. മേ ബി ആ ഗുളിക വേറെ വല്ലതായിരിക്കും. എനിക്കറിയില്ലായിരുന്നല്ലോ. ഞാൻ ഇവൾക്ക് കുറച്ചും കൂടി ഉഷാറായിക്കൂടെ വെച്ച് കൊടുത്തതാ. പക്ഷേ എല്ലാം എന്റെ ഭാഗത്തെ തെറ്റ്. എന്തായാലും ഇവിടെ കൊണ്ട് ഓഫീസിലോട്ട് കയറ്റേ. ഒരു കാരണവശാലും ഇവരുടെ ഫാമിലീസ് ഒന്നും അറിയാൻ പാടില്ല. അത്ര ഗുരുതരാണെങ്കിൽ മാത്രം നമുക്ക് അറിയിച്ചാൽ മതി. ഇനി ഫാമിലീസ് അറിഞ്ഞ് അവര് വന്ന് ഒട്ടാക്കി ഇഷ്യൂ ആവും. ഓക്കേ.